ഇല്ല. ഈ സാധനം എന്തിലാണോ ചേരുന്നത് അതായി മാറും. വെള്ളത്തിലിട്ടാൽ ആ വെള്ളം ഞാൻ എന്റെ ഉള്ളിലേക്ക് ഇറക്കിയാൽ 45 സെക്കൻഡിനുള്ളിൽ ഇവൻ എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കും. എന്റെ 24 മണിക്കൂർ അവനെടുക്കും. അതിൽ 12 മണിക്കൂർ അവന്റെ കസ്റ്റഡിയിൽ പോകും. അതിൽ 8 മണിക്കൂർ അവൻ തീരുമാനിക്കും ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ്, എന്റെ കൂടെ ആരാണെന്ന് അവൻ തീരുമാനിക്കും. നമുക്കൊരു തീരുമാനമില്ല. ഒരു പെൺകുട്ടിക്ക് ഒരു പെണ്ണിനോ ഒക്കെ കൊടുത്തു എന്ന് വിചാരിക്കുക. ആൺകുട്ടിക്കൊക്കെ അത് ഉള്ളിലെത്തിയാൽ ആ പെൺകുട്ടിയെ 5, 10, 15 പേര് എന്തെല്ലാമൊക്കെ കാണിച്ചാലും ആ പെൺകുട്ടിക്ക് ഒരു ക്ഷീണോ തളർച്ചയോ ഉണ്ടാവില്ല. പക്ഷേ 8 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ കട്ടിറങ്ങും. ഇതിന്റെ ലഹരി 8 മണിക്കൂർ ആയിരിക്കുള്ളൂ. 8 മണിക്കൂർ കഴിയുമ്പോൾ ഈ ലഹരി ഇറങ്ങുമ്പോൾ തന്റെ ശരീരത്തിൽ നീറ്റിലും പുകച്ചിലും വരുമ്പോഴാണ് എനിക്കെന്തോ സംഭവിച്ചു എന്നറിയാം. അപ്പോഴും എന്റെ കൂടെ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് ഭയാനകമാണ് ഈ സാധനം. ഈ സാധനം എന്റെ ഉള്ളിൽ എത്തിയാല് മക്കളെ, അത് അറിഞ്ഞോ അറിയാതെയോ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനാ ഞാൻ ആദ്യം ശ്രദ്ധയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്. അറിഞ്ഞോ അറിയാതെയോ ചെല്ലാം. മദ്യമൊക്കെ നമ്മുടെ വായിലേക്ക് ഒഴിച്ചു തന്നാൽ അത് മദ്യം എന്നറിയാം. മണം കൊണ്ട്, രുചി കൊണ്ട് ഒക്കെ അറിയാം. എന്നെ മദ്യം കുടിപ്പിച്ച് നമുക്ക് ആ വ്യക്തിയെ ഒരു ഡീഅഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തി നല്ല കരുത്തിൽ കൊടുത്ത തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഈ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ടവരും. കാരണം മെന്റലാക്കി കളയാണ്. അവനെ ഇതുപോലെ ട്രീറ്റ്മെന്റ് നടത്തി നല്ല കരുതൽ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ആളെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ MDMA അത് ഒരു പ്രാവശ്യം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലെത്തിയാൽ നമ്മൾ അതിന് അഡിക്റ്റായി പോയി എന്നുള്ളതാണ്. പിന്നെ ഞാൻ അറിയാതെയാണ് കഴിച്ച ഒരു കാര്യമില്ല, നമ്മൾ അതിന് അഡിക്റ്റായി പോകും. അങ്ങനെ അഡിക്റ്റായി പോയവരാണ് നമ്മൾ ഇന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ചിറ്റിയെ കൊണ്ട് കടം തീർക്കാൻ ഇറങ്ങിയ ഒരു 5 പേരെ കൂട്ടുകാരുടെ മുമ്പിൽ കോമ്പസ് കൊണ്ട് ശരീരത്തിൽ ചിത്രം വരച്ച ഡമ്പല് ശരീരഭാഗങ്ങളിൽ തൂക്കിയിട്ടത് തന്റെ കൂട്ടുകാരനെ പോലെ തന്നെ പോലെ ഒരുത്തനവിടെ കിടന്ന് പിടയുമ്പോഴ് അവന് ഒരു ഇതുമില്ല. നമ്മുടെ പൂച്ചയ്ക്ക്, കോഴിക്ക് നമ്മുടെ കയ്യിൽ ഒരു മുറിവുണ്ടായാൽ ഒരു ഇച്ചിരി രക്തം വന്ന പിടയുന്ന നമ്മുടെ മനസ്സ് എന്തേ ഒരു കുഞ്ഞിന്റെ മുഖം നേരത്തിങ്ങനെ കോമ്പസ് കൊണ്ട് ചിത്രം വരച്ചപ്പോൾ അവർക്ക് തോന്നാതെ പോയത് ഒരു ചിറ്റിയെ കൊണ്ട് സ്നേഹിച്ച പെണ്ണിന്റെ തലയില് ആ ചിറ്റിയെ കയറ്റി വെച്ചപ്പോൾ എന്റെ കൂടപ്പിറപ്പായ അനിയന് കൊണ്ടുപോയി ബിരിയാണി വാങ്ങിക്കൊടുത്തിട്ട് അത് കഴിക്കാൻ പോലും സമ്മതിക്കാതിരുന്നത് എന്റെ മകനെന്നെ ഒന്നും ചെയ്തതല്ല, ഞാൻ മറിഞ്ഞു വീണതാണെന്ന് പറഞ്ഞ ആ അമ്മയെ അവന് ഉപദ്രവിച്ചത്. ഒന്ന് നോക്ക്, ഈ സാധനം നമ്മുടെ തലയിൽ കയറി നമ്മുടെ നിയന്ത്രണം അവനെ ഏറ്റെടുക്കും. ഈ സാധനം ഉള്ളിലെത്തിയാനുള്ള കുഴപ്പം. അതുകൊണ്ട് ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ ജില്ലയിലുണ്ട്. നമ്മുടെ ജില്ലയില് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും +1 പഠിക്കുന്ന ഒരു ആൺകുട്ടിയുള്ള വീട്ടില് ആ അച്ഛന് ക്യാൻസറായിട്ട് റീജിയണൽ ക്യാൻസർ സെന്ററിൽ അമ്മ കൂട്ടിരിപ്പിൽ പോയിരിക്കുന്നു. ഇതുപോലുള്ള ഒരു ക്ലാസ്സില് കൗൺസിലിംഗിന്റെ ഭാഗമായി നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തോ പ്രത്യേകത തോന്നിയ പെൺകുട്ടിയെ നോട്ട് ചെയ്ത് ആശുപത്രിയിലയക്കുന്നു കൗൺസിലർ. ആ പെൺകുട്ടി ഗർഭിണിയാണ്. ഈ ഗർഭിണിയായിരുന്ന ഉത്തരവാദിയെ അന്വേഷിക്കുമ്പോഴാണ് അത് വീട്ടിലാണ്, +1 കാരനാണ്, MDMA ആണ് എന്നറിയുന്നത്. എന്റെ ജില്ലയിലെ ഒരു ഗ്രാമത്തില് 1.25 വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛനുള്ള വീട്ടില് അമ്മയും +2 കാരൻ മകനുമുള്ള വീട്ടില് ആ അമ്മ തലചുറ്റി വീഴുന്നു. അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെയും പരിശോധനാ ഫലം അമ്മ ഗർഭിണിയാണെന്നാണ്. അമ്മ അലമുറയിട്ട് കരയുന്നു. അമ്മയ്ക്ക് ഒരു മനസ്സറിവില്ല. അവിടെയും വില്ലൻ +2 കാരനാണ്, വീട്ടിലാണ്, MDMA ആണ്. എന്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരമ്മ ഒരു കൗൺസിലറിന്റെ മുമ്പിൽ വന്നിരുന്ന് അലമുറയിട്ട് കരയുന്നുണ്ട്. എന്തിനാണമ്മ നിങ്ങൾ കരയണത്, നിങ്ങൾ എന്തിനാ കരയണേ പറയൂ എന്ന് പറയുമ്പോൾ ആ അമ്മ അലമുറയിട്ട് കരയുക. നിങ്ങൾ പറഞ്ഞാൽ സഹായിക്കാമെന്ന് പറയുമ്പോൾ ആ അമ്മ പറയുക, ഇന്നലെ എന്റെ വീട്ടിൽ കയറി വന്ന 10ാം ക്ലാസ്സുകാരൻ മകൻ എന്റെ ഉടുമുണ്ട് വലിച്ചു പറിച്ചു എന്ന് പറയുന്നു. നിങ്ങള് യൂട്യൂബിലോ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങ് തൃശ്ശൂരിനപ്പുറേ ഒരു പെൺകുട്ടി രാത്രി 10:30 വീട്ടിൽ നിന്നിറങ്ങുന്നു. അമ്മ മാത്രം വീട്ടിലുള്ളത്. അമ്മ വാതിലടഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നു, നീ എവിടെ പോകുന്നു? ഈ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ എന്റെ വഴിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും, ഞാനും ചാവൂ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി അലറി. അമ്മ പേടിച്ചുപോയി. അമ്മ പെട്ടെന്ന് വാതിൽ കൊട്ടിയടച്ച് തിരിഞ്ഞോടി ഈ പെൺകുട്ടി പുറകെ വന്നു. ഈ അമ്മ നേരെ പോയി അമ്മയുടെ റൂമിൽ കയറി വാതിൽ തള്ളി പിടിച്ചു ലോക്കിട്ടു. ഈ പെൺകുട്ടി കുറെ നേരം മുട്ടി. അതിനുശേഷം ആ പെൺകുട്ടി ആ ഹാളിലൂടെ ഇങ്ങനെ ചവിട്ടിത്തുള്ളി നടക്കുക. പേടിച്ച് വേറെ ചവിട്ടിരുന്ന അമ്മ ഈ ഹോളിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ നാഗവല്ലി നടക്കുന്നത് പോലെ നടക്കുന്നു.
രാത്രി 11:30 ആ വീടിന്റെ വാതിൽ വീണ്ടും തുറന്നു. ഈ പെൺകുട്ടി മുറ്റത്തേക്ക് ഇറങ്ങി വീടിന്റെ ഗേറ്റ് തുറന്ന് വിജനമായ വഴിയിലൂടെ രാത്രി 11:30 ഈ പെൺകുട്ടി കൈവീശി നടക്കുന്നു. ഈ അമ്മ പമ്മി പുറകെ. അമ്മ 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു വിജനമായ വീട്ടിലേക്ക് ചെന്ന് കയറി. ഈ അമ്മ വീടിന്റെ ബാക്കിലൂടെ വന്ന് വീടിനകത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് 4 ആൺകുട്ടികളെയും 4 പെൺകുട്ടികളെയും. അമ്മയ്ക്ക് മനസ്സിലായി അമ്മയുടെ കയ്യിൽ നിൽക്കൂല. അമ്മ ഉടനെ തന്നെ 112 പോലീസിന്റെ നമ്പറിൽ വിളിച്ചു. പോലീസ് എത്തി. ഈ 8 എണ്ണത്തിനെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോ പോലീസുകാരൻ ചോദ്യം ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി പറയാണ്, ഞാൻ 1.5 വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്. വിൽപ്പന നടത്തേണ്ട 7ാം ക്ലാസ്സുകാരി എവിടെ പോയി നിൽക്കണു? അതിലും ഭയാനകം, ആ പെൺകുട്ടിയുടെ ശരീരം പരിശോധിച്ചപ്പോൾ 89 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം ശ്രദ്ധയെ കുറിച്ച് പറഞ്ഞപ്പോഴ് നിങ്ങളോട് ഇതെന്തിനാ ലഹരിക്ക് പറയുമ്പോ ഇത് പറയണേ? ഞാൻ ചോദിക്കുക, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ 89 മുറിവ് ഉണ്ടാകുന്നതുവരെ ആ അമ്മയുടെ ശ്രദ്ധ എവിടെയായിരുന്നു? അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതാ ഇതുപോലെ അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധ എവിടെയായിരുന്നു? അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുടെ ശ്രദ്ധ എവിടെയായിരുന്നു? ഇതൊന്നും അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന്റെ ശ്രദ്ധ എവിടെയായിരുന്നു? നമ്മളൊക്കെ വെറുതെ ശ്രദ്ധിച്ചു, മനസ്സിട്ട് ശ്രദ്ധിച്ചില്ല. അതാ വേണ്ടത്. ഞാൻ ജയിലുകളിൽ ക്ലാസ്സിലെടുക്കുന്ന ആളാ. ജയിലുകളില് നിങ്ങൾ അതും യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു വാഹന മോഷണത്തിന് ഒരുത്തനെ പിടിച്ച് ജയിലിലിട്ട ആ വ്യക്തി ഒരു 21 വയസ്സുള്ള ഒരു പയ്യനാണ്. വാഹന മോഷണത്തിന് പിടിച്ചിട്ട ഈ പയ്യൻ അവിടെ എങ്ങനെ ഇരിക്കുന്നു? 6 മണിയായപ്പോൾ ഇവന്റെ സെല്ലിലേക്ക് ഒരു 4 പേരെയും കൊണ്ടുവന്നിട്ടു. ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഇത്രേ ഉണ്ടാവുള്ളൂ. അതിന്റെ അകത്ത് ആകെ ഉള്ളത് ഒരു സ്റ്റീൽ പാത്രവും ഒരു പുൽപ്പായേ ഉള്ളൂ. ഈ പയ്യൻ ഇങ്ങനെ പേടിച്ചൊറിഞ്ഞിരിക്കുന്നു. ഇവരെ MDMA വിൽപ്പനക്കാരും കച്ചവടക്കാരുമാണ്. ഇവർക്ക് അടുത്ത ഡോസ് കിട്ടേണ്ട സമയമായി, കിട്ടിയില്ലെങ്കിൽ ഇവര് ഭയാനകമായി പ്രതികരിക്കും. അതിന് വിഡ്രോവൽ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അവർക്ക് എന്താണ് തോന്നുന്നത്? അതായി പോകും, ഭ്രാന്തമായി മാറുകയെ. അപ്പോൾ ഇവര് ഇങ്ങനെ വിഡ്രോവൽ സിൻഡ്രോം കാണിക്കുന്നു. ഇവർക്ക് കിട്ടുന്നില്ല, ഭിത്തിയിൽ കൊണ്ടുപോയി തലയിടിക്കുന്നു. ലാസ്റ്റ് ഇവര് 4 പേരും കൂടി അവർക്ക് അവിടെ ആകെ കിട്ടുന്നത് ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ്. ആ സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് ആ സെല്ലിന്റെ നടുക്കുള്ള ഒരു ടൈൽ അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് അതിൽ നിന്നൊരു ടൈൽ പീസ് എടുത്ത് ഈ കൂട്ടത്തിൽ 4 പേരിൽ ഒരുത്തന്റെ കൈയിന്റെ ഞരമ്പറുത്ത് മുറിച്ചു. അതിനുശേഷം ആ ബ്ലഡ് അവർ കുടിച്ചു, മണത്തുന്മാദാവസ്ഥയിലേക്കായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല. ഈ അടുത്ത ദിവസം നടന്ന സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊരുത്തൻ തന്റെ അമ്മ ചികിത്സ കഴിഞ്ഞിട്ട് 90 ദിവസം പോലും ആയില്ല. ആ അമ്മയുടെ ഗർഭപാത്രം റിമൂവ് ചെയ്തിട്ട് വന്ന് കിടക്കണം. ആ അമ്മയുടെ അടുത്ത് ചികിത്സ കഴിഞ്ഞു വന്ന മകൻ അമ്മയുടെ അടുത്ത് നിന്നിട്ട് നേരെ പോയി ഒരു കത്തി മേടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആ അമ്മയുടെ കഴുത്തറുത്തു. എന്നിട്ട് ഇവൻ നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് എന്തെന്നറിയോ? ഇവൻ പറഞ്ഞത്, എന്നെ ജനിപ്പിച്ചു എന്നുള്ള തെറ്റിന് ഞാൻ കൊടുത്തു ശിക്ഷ. ഇവന്റെ കൂട്ടുകാരനാണ് ജയിച്ച കല്യാണം കഴിച്ചു വന്ന ഭാര്യയെയും ഇതുപോലെ തന്നെ കൊന്നത്. ഇവർക്കൊക്കെ കോമണായി ഒരിതുണ്ട്. ഇവർ ഭയാനകമായിട്ട് ഇവർ മാറുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോലീസുകാരുടെ വണ്ടിയുടെയൊക്കെ മുമ്പിൽ നിന്നിട്ട് വെല്ലുവിളിക്കണേ. ഈ സമയത്ത് നമ്മൾ എന്താണോ ഈ സാധനം കഴിക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ അത് ഭയാനകമായിട്ട് കൂടും. സന്തോഷത്തിലാണ് ഈ സന്തോഷം. അവർക്ക് സെക്സ് ആണ് തോന്നണമെങ്കിൽ സെക്സ്, ആ രീതിയിലേക്ക് ഇവർ മാറും. അവർക്ക് അത് കിട്ടണം. അതുകൊണ്ട് ന്യൂജൻ ലഹരി എന്ന് പറയുന്ന സാധനങ്ങള് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ ഏത് സമയവും ഡ്രഗ് അഡിക്ഷന്റെ ഒരു ഇതാണ്. ഏത് സമയം ഒരു മയക്കം തോന്നും, ഒരു വൃത്തിക്കുറവായിരിക്കും. അവർക്ക് ദിനചര്യയിൽ മാറ്റം ഉണ്ടാവും, സൗഹൃദങ്ങളിൽ മാറ്റം ഉണ്ടാവും, ധാരാളമായിട്ട് പണം ആവശ്യപ്പെടും. നമ്മുടെ തൊട്ടടുത്തുണ്ട് മുത്തശ്ശേരി അടുത്ത് 21 വയസ്സുള്ളവൻ ചെന്ന് മയക്കുമരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരില് ആ വീടിനും മുത്തശ്ശിക്കും തീയിട്ടൊരുത്തൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കോഴിക്കോട് ഇപ്പോഴും യൂട്യൂബ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കിടപ്പ് രോഗിയെ അച്ഛന്റെ അടുത്ത് അമ്മയോട് മയക്കുമരുന്ന് മേടിക്കാൻ പൈസ ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കിടപ്പ് രോഗിയായ അമ്മയെ അച്ഛനെ വാക്കത്തി കൊണ്ട് വെട്ടുന്ന ഒരു സീൻ നിങ്ങൾക്കുണ്ട്. പോലീസ് എത്തി അവനെ വെടിവെച്ചാണ് ആ അച്ഛനെ രക്ഷപ്പെടും. ഇപ്പോഴും ആ അച്ഛൻ സീരിയസിലാണ്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നു. അവർക്ക് വിറയുണ്ടാകും, സംസാരത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാവും, ഉറക്കക്കുറവ്, പതിവിൽ കൂടുതൽ ഉറങ്ങുക ഉണ്ടാവും, ചുറ്റുപാടുകളെ കുറിച്ചൊരു ബോധമില്ലാതെ ഇരിക്കും. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങള് കുറെ നാളുകളായിട്ടുണ്ടെങ്കിൽ
ഇത് നോക്കുക, തന്നിലോ മറ്റുള്ളവരുടെ ശാരീരികവും മാനസികമായ ക്ഷതങ്ങൾ തുടർച്ചയായി ഏൽപ്പിക്കാം. അവർക്ക് വേദന എന്നുള്ള സാധനമില്ല. അതുപോലെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരിക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് നോക്കുക. നമ്മുടെ മക്കൾക്കൊന്നുമില്ല, നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ന്യൂജൻ ലഹരിയാണ് MDMA എന്ന് പറയുന്ന മെത്തലിൻ ഡയോക്സി മെത്താമെത്തഫിറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ലാബിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം ശരീരത്തിലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത ഒരു മെഡിസിൻ ആയിരുന്നു. അതിലേക്ക് കുറെ സാധനങ്ങൾ ആഡ് ചെയ്ത് ഈ രീതിയിലായി. കുറെ നാള് വിദേശ രാജ്യങ്ങളിൽ ബ്ലൂ ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ സാധനം ഉപയോഗിച്ചു, സെക്സിന്റെ ഉണർവിന് ഉന്മേഷത്തിനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഈ സാധനം വന്നു. നമ്മൾ പറഞ്ഞു എന്റെ ഇന്ത്യയിൽ ഈ സാധനം വരില്ല എന്ന് പറഞ്ഞു. എന്റെ ഇന്ത്യയിലെത്തി ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്റെ കേരളത്തിൽ വരില്ല. എന്റെ കേരളത്തിൽ വന്നപ്പോൾ എന്റെ ജില്ലയിൽ വരില്ല എന്ന് പറഞ്ഞു, എന്റെ പഞ്ചായത്തിൽ വരില്ല, എന്റെ കവലയിൽ വരില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ അയൽവക്കത്തുണ്ട്, എന്റെ വീടിന്റെ മുറ്റത്തുണ്ട്, വീടിനകത്തുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം പണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതിനെ കൗൺസിലിംഗ് ചെയ്തതിനു ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാ ദിവസവും അച്ഛൻ സ്കൂളിൽ കോളേജിൽ കൊണ്ടുവന്ന് വിടും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് പെൺകുട്ടി വീണ്ടും ഇതിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷണം കാണുന്നു. എങ്ങനെയെന്ന് അന്വേഷിച്ച് വരുമ്പോഴാണ് കൈയിന്റെ നെയിൽ പോളിഷ് എന്നതിന്റെ അടിയിൽ ഈ സാധനം ഇട്ടിട്ട് മുകളിൽ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് വരും. വീട്ടിൽ വരുമ്പോ ഈ സാധനം പൊളിച്ച് വെള്ളത്തിലിടും, ഉപയോഗിക്കും. അതേപോലെ തന്നെ ശരീരത്തിൽ ഒളിച്ചു കൊണ്ടുപോകാൻ ഇത് എളുപ്പമാണ്. സ്വല്പം മതി, ഒരു പഞ്ചസാര തരിയിലെടുത്തണം, 2000 രൂപയുടെ അടുത്ത് വരും, അത്രയുള്ള സാധനം. അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്നതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പല രീതിയിൽ ഈ സാധനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാല് ലഹരി നമ്മളിൽ സംഭവിക്കുന്നത്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വയസ്സ് ഏതാ ഏറ്റവും സുന്ദരമായ വയസ്സ്? 18. ആരാ പറഞ്ഞേ? തെറ്റാണ്. പറ. 18 ഏറ്റവും സുന്ദരമായ വയസ്സായെന്ന് പറയുമ്പോ സാറൊന്നും ഇനി എന്നെ ഒന്നും ചെയ്യില്ല, എനിക്ക് 18 വയസ്സായി. അടിമാലിയിൽ ഞാൻ വണ്ടി ചെക്ക് ചെയ്യുമ്പോഴ് അടിമാലിയിൽ നിന്നും വണ്ടി ചെക്ക് ചെയ്യുന്നു. വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബൈക്കിന് വന്നു, നമ്മുടെ മലമണ്ട് മറ്റേതാണുണ്ടല്ലോ അതും വരുന്നു. ഒരുമാതിരി എന്താ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീവീട് വലുതായിട്ട് ഉണക്കി വെച്ചെങ്ങനെയൊന്നു അങ്ങനെയുള്ള ഡൂക്കിലിങ് വന്നിട്ട് പറഞ്ഞ് നിന്നു. ഞാൻ നോക്കിയപ്പോ അവൻ ഒരു പയ്യനുള്ളൂന്നാ ഞാൻ ഓർത്തെ. അവൻ തോളിൽ ബാഗിട്ടേക്കണ പോലെ ഒരു പെങ്കൊച്ച അതിന്റെ പുറകിലിരിക്കണേ. ഇങ്ങനെ ഇരിക്കുക. ഞാനവൻ ബാഗിട്ടേക്കണെയാണോ വിചാരിക്കണേ. ഈ കൈ ഇങ്ങനെ ഇട്ട് പിടിച്ചാക്കണേ, അതൊരു പെങ്കൊച്ചാറുണ്ട്. അപ്പൊ ഞാൻ കൈ കാണിച്ച് നിർത്തി വണ്ടി പരിശോധിക്കുമ്പോ ഈ പെങ്കൊച്ചിന്റെ ബാഗും അവന്റെ ബാഗും ഒക്കെ പരിശോധിക്കുമ്പോ ഈ ബാഗിന്റെ അകത്ത് ഒരു സ്കൂൾ യൂണിഫോം അടക്കി വെച്ചിരിക്കും. ചെറുക്കൻ പപ്പ വെച്ച് തുടങ്ങി, പെങ്കൊച്ച് നല്ല ഇങ്ങനെ ഉറച്ചു നിൽക്കുക. ഞാൻ പറഞ്ഞു, മോനെ ഇത് സ്കൂൾ യൂണിഫോം? അതെ. അതെ, ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല. ഇതിന്റെ വീട്ടിലെ നമ്പർ ഞാൻ വിളിക്കട്ടെ. കണ്ടപ്പോ ഒരു സ്കൂൾ യൂണിഫോം പോലെ. അപ്പൊ ഈ കൊച്ചു എന്നോട് ചോദിക്കുകയാണെ, 18 വയസ്സ് കഴിഞ്ഞിട്ട് 3 ദിവസമായി, സാറിന് എന്നാ വേണ്ടേ? അതാ 18 വയസ്സ് നല്ലതെന്ന് പറഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞ് 3 ദിവസമായി, സാറിന് എന്താ വേണ്ടത്? പക്ഷെ ഈ വണ്ടി ഒരുപാട് ഓൾട്ടറേഷൻ ചെയ്ത വണ്ടിയാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? തൊട്ടപ്പുറം നിൽക്കുന്നവർക്ക് സിഗ്നലിൽ കൊടുത്തു. അവിടെ നിന്ന് ഇംപീഡിങ് വന്നു, വണ്ടി ഒന്ന് പിടിച്ചു, 25,000 ഫൈൻ. അപ്പൊ പൈസ അടയ്ക്കാൻ പൈസയില്ല. അപ്പോഴേക്കും ചെറുക്കൻ കയ്യേക്കാലം വീണു. വീട്ടിൽ നാളെ വന്നപ്പോൾ കോളേജിലേക്ക് പോയ കൊഞ്ച്, കോളേജിലേക്ക് പോട്ടെ, +1 പോയ കൊഞ്ച്. നമ്മുടെ മക്കളിലേക്ക് നമുക്ക് ശ്രദ്ധ വരണം. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വയസ്സ് എന്ന് പറയുന്നത് സ്കൂൾ ജീവിതമോ അല്ലെങ്കിൽ 18 വയസ്സൊന്നുമല്ല. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട സുന്ദരമായ വയസ്സ് 23 വയസ്സാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനുഷ്യ ശരീരത്തില് ഈ തലയുടെ ഫ്രണ്ടില്, ഈ നെറ്റിയുടെ ബാക്കില് ഒരു സുന്ദരമായ സാധനമുണ്ട്. ഈ കാണുന്ന സാധനം. ഈ സാധനത്തിന് പറയുന്ന പേര് ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നാണ്, അല്ലെങ്കിൽ ഫ്രീ ഫ്രണ്ടൽ ദളം എന്നാണ്. അത് നിങ്ങൾക്കും എനിക്കുണ്ട്. ഈ നെറ്റിയുടെ ബാക്കില് തലച്ചോറിന്റെ ഫ്രണ്ടിൽ ഇത്രയുള്ള ഒരു 2 സെന്റിമീറ്ററുള്ള ഒരു സാധനം. ഈ സാധനം പൂർണ്ണ വളർച്ചയെത്തണമെങ്കിൽ 23 വയസ്സ് കഴിയണം. ഈ സാധനമാണ് നമ്മളുടെ ബുദ്ധിയെയും വിവേകത്തെയും പെട്ടെന്നുള്ള ചിന്തകളെയൊക്കെ ശരിയാക്കുന്ന സാധനം. ഇതാണ്
ഇത് പൂർണ്ണ വളർച്ചയെത്തിയാൽ മാത്രമാണ് നമ്മൾ വിവേകശാലികളും ബുദ്ധിമാന്മാരൊക്കെ ആവുള്ളൂ. അതുകൊണ്ടാണ് 18 വയസ്സിന് മുമ്പൊന്നും എടുക്കുന്ന തീരുമാനമൊന്നും ശരിയല്ല എന്ന് പറയുന്നത്.